കുഞ്ഞുന് ഇഷ്ടമുള്ളതും തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലായ ചിക്കൻ നട്ട് ബോൾട്ട് കായിട്ട് വെക്കണത്. കായിട്ട് വെക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കി നോക്കട്ടെ. ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വേണ്ട സാധനമാണ് ജീരകം, പച്ച ജീരകം, മസാല ജീരകം അല്ലാത്ത നമ്മൾ മരുന്നിനൊക്കെ ഇടുന്ന ജീരകമില്ലേ, ആ ജീരകം. ചീഞ്ചട്ടി വെച്ചിട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള ഇട്ടിട്ട് അത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഈ അരപ്പരച്ചത് അതിലിട്ടിട്ട് നന്നായി മിക്സാക്കുക. അതിലേക്ക് മല്ലിപ്പൊടി, കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. എനിക്ക് അതിൻ്റെ അളവ് പറഞ്ഞുതരാൻ അറിയില്ല. കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, എരിവനുസരിച്ച് നിങ്ങളുടെ അതിലേക്ക് നട്ട് ബോൾട്ട് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് അതിൽ കായിടാം. കാരണം എന്താ വെച്ചാൽ മുഞ്ഞ് കായിട്ട് കഴിഞ്ഞാൽ കായ അടിയിൽ പിടിക്കും. അത് കാരണമാണ് ഞാൻ നട്ട് ബോൾട്ട് ഒന്ന് പകുതി വെന്തിട്ട് കായിട്ടാൽ മതി എന്ന് പറഞ്ഞത്. കായിട്ടിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ കായ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും കായിട്ടോ, കാരണം നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൽ കുറച്ച് നെയ്യ് ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ നട്ട് ബോൾട്ടിൻ്റെ നെയ്യ് കായയിൽ പിടിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ്. എനിക്കൊക്കെ കായ കഷ്ണം പെറുക്കി തിന്നാനാണ് ഇഷ്ടം. ഇവിടെ കുഞ്ഞൂന് മറ്റേ പീസുകൾ കഴിക്കാനായിട്ട് ഇഷ്ടം. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കായ വെന്തിടും. പിന്നെ നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ എതിർക്കാം, പക്ഷെ ഒന്ന് വരട്ടി എടുത്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് ഗൈസ്. കുഞ്ഞിങ്ങനെ വെറുതെ ഇരുന്ന് കഴിക്കും. കായ കഷ്ണം കഴിക്കില്ല കേട്ടോ, ബാക്കിയുള്ള കഷ്ണമൊക്കെ എടുത്ത് പറക്കി കഴിക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേപ്പിലിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. പച്ചവെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് കൂടും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പച്ചവെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വയ്ക്കുക. പിന്നെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കണ സമയമാകുമ്പോഴത്തേനും ആ പച്ചവെളിച്ചെണ്ണ, നമ്മൾ അവിലൊക്കെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, അതുപോലെ ഇതിലും പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് അത് സെർവ് ചെയ്യണ നേരത്തെ ആകുമ്പോഴത്തേനും അതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. കുഞ്ഞിനൊക്കെ ഇഷ്ടമുള്ളതാണ്. കുഞ്ഞു കണ്ട അടുക്കളയുടെ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങണില്ലേ പ്ലേറ്റിലൊക്കെ ഇട്ട് കഴിച്ചു തുടങ്ങി. അത് സൂപ്പറാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കിഷ്ടം, സന്തോഷമായിട്ടാണ്.